Hello students, welcome to Online Mathematics Cafe. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് ചാപ്റ്റർ ബാങ്കിങ്ങിലെ ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. Joseph has a recurring deposit account in a bank for 2 years at the rate of 8% per annum simple interest. Then ഒരു 4 പാർട്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടിൽ if at the time of maturity Joseph receives rupees 2000 as interest, then the monthly installment is option A rupees 1200, option B rupees 600, option C rupees 1000, option D rupees 1600. Second part is the total amount deposited in the bank. Option A rupees 25,000, option B rupees 24,000, option C 26,000, option D rupees 23,000. Third part question, the amount Joseph receives on maturity is option A 27,000, option B 25,000, option C 26,000, option D 28,000. Fourth part, if the monthly installment is rupees 100 and the rate of interest is 8%, in how many months Joseph will receive rupees 52 as interest? Option A 18, option B 30, option C 12, option D 6. ഇത് ഒരു കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് 1 by 1 ആയിട്ട് എന്ത് ചെയ്യാം, ആൻസർ കണ്ടുപിടിക്കാം. ഇത് ICSE 2022 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 2022 സ്പെസിമെൻ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 1 by 1 ആയിട്ട് നമുക്കിത് എന്ത് ചെയ്യാം, പ്രൂവ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പാർട്ട് എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കിക്കേ. ജോസഫ് റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. ഇയർ തന്നിട്ടുണ്ട് 2 year ആണ്. ദെൻ റേറ്റ് തന്നിട്ടുണ്ട് 8% ആണ് തന്നിട്ടുണ്ട്. ഇനി പിന്നെ എന്താ തന്നിട്ടുള്ളത്, ഇഫ് അറ്റ് ദ ടൈം ഓഫ് മെച്യൂരിറ്റി പീരീഡ് ആയപ്പോൾ ജോസഫ് റിസീവ്സ് rupees 2000 ആസ് ഇൻട്രസ്റ്റ് എമൗണ്ട് 2000 ആണ് തന്നിട്ടുണ്ട്. മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് കാണും. ദാറ്റ് മീൻസ് പി ആണ് ഫസ്റ്റ് പാർട്ടിൽ കണ്ടുപിടിക്കേണ്ടത്. പി നമുക്ക് എന്താണെന്ന് കണ്ടുപിടിക്കണം. സോ നമുക്ക് ഏത് ഫോർമുല അപ്ലൈ ചെയ്യാൻ നോക്കിക്കേ. ഇതിൽ സെക്കൻഡ് ഫോർമുല അപ്ലൈ ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പി കണ്ടുപിടിക്കുന്നത്. സോ ഫോർമുല ഇതാണ്, സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു PNR ഇൻറ്റു n+1/2 × 12 × 100. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസർ നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ഐ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് rupees 2000 അല്ലെ. ഐ തന്നിട്ടുണ്ട് rupees 2000. ദെൻ എൻ തന്നിട്ടുണ്ട്, ആറും തന്നിട്ടുണ്ട്. സോ എൻ ഈക്വൽ ടു 2 year ആണ്. സോ 12 × 2 24 months. ദെൻ ആർ ഈക്വൽ ടു 8%. സോ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഐക്ക് പകരം 2000 ഇട്ടു. ദെൻ പി ആണ് കണ്ടുപിടിക്കേണ്ടത്. എൻ എന്ന് പറയുന്നത് 24, ആർ എന്ന് പറയുന്നത് 8, n+1 വരുമ്പോൾ 25 ഡിവൈഡഡ് ബൈ 2 × 12 × 100. ഇനി ഇവിടെ നമുക്ക് 25ഉം 100ഉം 4 times ക്യാൻസൽ ചെയ്യാം. ദെൻ 4ഉം 8ഉം 2 times. ദെൻ 2 ക്യാൻസൽ ആവും. ദെൻ 12ഉം 24ഉം 2 times. സോ നമുക്ക് എന്ത് കിട്ടും നോക്കിക്കേ, 2000 ഈക്വൽ ടു, ഇവിടെ ആകപ്പെടെ ഏത് മാത്രമേ ഉള്ളൂ, 2 മാത്രമേ ഉള്ളൂ. 2ഉം പിന്നെ ഒരു പിയും ഉണ്ട്. therefore പി എന്താ കിട്ടുക നോക്കിക്കേ, 2000 divided by 2, that is rupees 1000 ആണ് ഇത് പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ഏതാണ് കറക്റ്റ് എന്ന് നോക്കിക്കേ, ഓപ്ഷൻ സി 1000. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി സെക്കൻഡ് പാർട്ടിൽ നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കാം. ദ ടോട്ടൽ എമൗണ്ട് ഡെപ്പോസിറ്റഡ് ഇൻ ദി ബാങ്ക്. ബാങ്കിൽ ടോട്ടൽ എത്ര എമൗണ്ട് ആണ് ഡെപ്പോസിറ്റ് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് ഡെപ്പോസിറ്റ് കാണാനായിട്ട് ടോട്ടൽ മന്ത്, എത്ര മാസമാണ് നമ്മൾ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ 2 years ആയതുകൊണ്ട് ടോട്ടൽ മന്ത് എന്ന് പറയുന്നത് 24 ആയിരിക്കും. ദെൻ മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് എന്താണെന്ന് നോക്കാം. മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് നമ്മൾ ഫസ്റ്റ് പാർട്ടി കണ്ടുപിടിച്ചു 1000 ആണ്. സോ ഇവരുടെ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ എമൗണ്ട് ഡെപ്പോസിറ്റഡ് കിട്ടും. സോ സെക്കൻഡ് പാർട്ടിന്റെ ആൻസർ എങ്ങനെ വരിക നോക്കിക്കേ. സെക്കൻഡ് പാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏതാണ് വേണ്ടത്, ടോട്ടൽ എമൗണ്ട് ഡെപ്പോസിറ്റഡ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് എങ്ങനെയാണ് വരിക, ടോട്ടൽ എമൗണ്ട് ഡെപ്പോസിറ്റഡ് ഈക്വൽ ടു ടോട്ടൽ മന്ത്
ഇൻറ്റു മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്. ഓക്കെ അല്ലേ? ഇത് രണ്ടിൻ്റെ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കാം. ടോട്ടൽ മന്ത് എന്ന് പറയുമ്പോൾ 24 ആണ്. മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ചെയ്തു 1000. സോ ആൻസർ ഈസ് 24,000. ഓപ്ഷൻ ഏതാണെന്ന് നോക്കിക്കേ. സെക്കൻഡ് പാർട്ടിൽ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി തേർഡ് പാർട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ദി എമൗണ്ട് ജോസഫ് റിസീവ്സ് ഓൺ മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മെച്യൂരിറ്റി ടൈമിൽ എത്രയാണ് റിസീവ് ചെയ്തത് എന്നുള്ളതാണ് നമുക്കിവിടെ എന്ത് ചെയ്യേണ്ടത്? കാണേണ്ടത്. സോ മെച്യൂരിറ്റി വാല്യൂ കാണാനുള്ള ഫോർമുല നമുക്കറിയാം അല്ലേ? മെച്യൂരിറ്റി വാല്യൂ കാണണമെങ്കിൽ PN + I ചെയ്താൽ മതി. സോ നമുക്ക് എന്ത് വരും നോക്കിക്കേ. തേർഡ് പാർട്ടിൽ നമുക്ക് കാണേണ്ടത് മെച്യൂരിറ്റി വാല്യൂ ആണ്. ദാറ്റ് ഈസ് PN + I. ഇപ്പോൾ P എന്ന് പറയുന്നത് നമുക്കറിയാം 1000 ആണ്. ഫസ്റ്റ് പാർട്ടി കിട്ടി. N എന്ന് പറയുന്നത് എത്രയാണ്? 24 months ആണ്. പ്ലസ് I എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് എത്രയാണ്? 2000 അല്ലേ? ഇൻട്രസ്റ്റ് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ 2000 ആണ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 24,000 + 2000 രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ ആവും ₹26,000. അപ്പോൾ തേർഡ് പാർട്ടും ക്ലിയർ അല്ലേ? ഈസി ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? 1ഉം 2ഉം 3ഉം. ഇനി ഫോർത്ത് പാർട്ട് എന്താണെന്ന് നോക്കാം. അപ്പം ഇതിലെ ആൻസർ നമുക്ക് കിട്ടിയത് തേർഡ് പാർട്ട് കിട്ടിയത് 26,000 ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി ഫോർത്ത് പാർട്ടിൽ എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കിക്കേ. ഇഫ് ദി മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് മാസം തോറും നമ്മൾ അടയ്ക്കുന്ന ഇൻസ്റ്റാൾമെന്റ് P എന്ന് പറയുന്നത് 100 ആണെന്നിരിക്കട്ടെ. 1000 ആയപ്പോൾ ആ കേസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി 100 ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8% തന്നെ. അങ്ങനെയാണെങ്കിൽ എത്ര മാസം, ഇൻ ഹൗ മെനി മന്ത് ജോസഫ് വിൽ റിസീവ് ₹52 ആസ് ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പം മന്ത് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം എത്ര മാസം ആവുമ്പോഴാണ് നമുക്ക് എത്ര ഇൻട്രസ്റ്റ് ₹52 കിട്ടുന്നതെന്നാണ് നോക്കേണ്ടത്. ഓപ്ഷൻ 18 ആണോ, 30 ആണോ, 12 ആണോ, 6 ആണോ എന്നാണ് കണ്ടുപിടിക്കുന്നത്. ദാറ്റ് മീൻസ് N ആണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? കാണേണ്ടത്. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് ഏത് ഫോർമുല അപ്ലൈ ചെയ്യാൻ നോക്കിക്കേ. ഇതിൽ സെക്കൻഡ് ഫോർമുല വേണം എന്ത് ചെയ്യാൻ? അപ്ലൈ ചെയ്യാൻ. സോ നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാം. സെക്കൻഡ് ഫോർമുല എടുക്കാം നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫോർമുല. I = PNR × N + 1/2 × 12 × 100. ഇവിടെ ഇൻട്രസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ നോക്കുക. ഇൻട്രസ്റ്റ് എത്രയാണ് പറഞ്ഞേക്കുന്നത് നോക്കുക. 52 എന്നാണ് തന്നിരിക്കുന്നത്. സോ I എന്ന് പറയുന്നത് ഇവിടെ ₹52. ദെൻ P എന്ന് പറയുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു 100 rupees ആകുമ്പോഴുള്ള കേസാണ് ചോദിച്ചിരിക്കുന്നത്. സോ P 100. R എന്ന് പറയുന്നത് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 8% ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Iക്ക് പകരം 52 ഇട്ടു. ദെൻ Pക്ക് പകരം 100 കൊടുത്തു. ദെൻ N ആണ് കാണേണ്ടത്. Rന് പകരം 8 കൊടുത്തു. ദെൻ N + 1 ഡിവൈഡഡ് ബൈ 2 × 12 × 100. ഇനി ക്യാൻസലേഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ 100ഉം 100ഉം ക്യാൻസലായി. ദെൻ 2ഉം 8ഉം 4 times. ദെൻ 4ഉം 12ഉം 3 times. സോ എങ്ങനെ വരും? 52 = ഇവിടെ ന്യൂമറേറ്ററിൽ Nഉം N + 1ഉം ആണ് ഉള്ളത്. ഡിനോമിനേറ്ററിൽ ഒരു 3ഉം ഉണ്ട്. ദെൻ ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും 52 × 3 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 156 = N × N + 1. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ 156 = N × N² + N × 1 N എന്ന് കിട്ടും. സോ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? അപ്പോൾ N² + N ഈ 156നെ റൈറ്റിലോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ് ആവും. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്തായി പോവും? 0 ആയിട്ട് പോവും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഈ രീതിയിലാണ് വരുന്നത്. N² + N - 156 = 0. ആ ഇക്വേഷനെ ഒന്നും കൂടി എടുത്ത് എഴുതാം. നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഇതാണ്. N² + N - 156 = 0. അപ്പോൾ നിങ്ങൾ ഫാക്ടറൈസേഷൻ പഠിച്ചതാണ്. സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം അനുസരിച്ച് സം ആയിട്ട് എടുക്കേണ്ടത് കോയിഫിഷ്യൻ്റ് ഓഫ് N ആണ്. Nന്റെ കോയിഫിഷ്യൻ്റ് ഇവിടെ നിങ്ങൾ നോക്കിയാൽ +1 ആണ് കിട്ടുന്നത്.
ദെൻ പ്രോഡക്റ്റ് ആയിട്ട് എടുക്കേണ്ടത് കോയിഫിഷ്യൻ്റ് ഓഫ് എൻ സ്ക്വയർ ഇൻറ്റു കോൺസ്റ്റന്റ്. കോയിഫിഷ്യൻ്റ് ഓഫ് എൻ സ്ക്വയർ നിങ്ങൾ നോക്കിയാൽ 1 ആണ് കിട്ടുന്നത്. ഇനി കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത് എന്താണ്? -156. സോ പ്രോഡക്റ്റ് എന്ത് കിട്ടും? 1 ഇൻറ്റു -156 ഈസ് -156. അപ്പോൾ സം ചെയ്യുമ്പോൾ 1ഉം കിട്ടണം, പ്രോഡക്റ്റ് എടുക്കുമ്പോൾ -156ഉം കിട്ടുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ് എന്ന് കാണണം. ഓക്കെ അല്ലേ? അപ്പോൾ അതിന് നമുക്ക് എളുപ്പ വഴി എന്ന് പറയുന്നത് ഫാക്ടറൈസേഷൻ ചെയ്യുക. 156നെ ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 2ലാണെങ്കിൽ എത്ര ടൈംസ് വരും? 7 അല്ലേ? 14 ആകുമ്പോൾ 7 ആവും, ദെൻ 16 ആകുമ്പോൾ 8 ആവും, ദെൻ അഗെയിൻ 2ൽ ഡിവിസിബിൾ ആണ്. 7ലാകുമ്പോൾ 6 വരും, അപ്പോൾ എത്ര? 3 ടൈംസ്, ദെൻ 18 ആകുമ്പോൾ 9, 39 ആണ്, അത് 3ൽ ഡിവിസിബിൾ. 39 എത്ര വരും? 13 എന്ന് കിട്ടും. 13 ഒരു പ്രൈം ആണ് അല്ലേ? അപ്പോൾ അവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ പ്രൈം നമ്പർ ബാക്കിയുള്ളതെല്ലാം കൂടി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 3 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 12 എന്ന് കിട്ടും. ഈ 12 ഇൻറ്റു 13 എന്ന് പറയുന്നത് എന്തിനാണ്? 156ഉം ആണ്. ഇവരുടെ ഡിഫറൻസ് എന്താണ്? 1ഉം ആണ്. സോ നമുക്ക് നമ്പേഴ്സ് ആയിട്ട് ഇവിടെ ആരെ എടുക്കാം? 13ഉം 12നെയും ചൂസ് ചെയ്യാം. ഇനി നിങ്ങൾ നോക്കുക, സം എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. സം പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന നമ്പേഴ്സിൽ ഏറ്റവും വലിയ നമ്പർ എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഈ നെഗറ്റീവ് പ്രോഡക്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പർ നെഗറ്റീവ് ആവണ്ടേ? അപ്പോൾ വലിയ നമ്പർ ഒരിക്കലും നെഗറ്റീവ് ആവത്തില്ല, കാരണം എന്താണ്? സമ്മ് പോസിറ്റീവ് ആയതുകൊണ്ട്. സോ നെഗറ്റീവ് നമുക്ക് ആർക്ക് ഇട്ട് കൊടുക്കാം? 12ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് ആണോ നോക്കിക്കേ. 13 ഇൻറ്റു -12 -156, കറക്റ്റ് അല്ലേ? ഇനി 13ഉം -12ഉം കൂടെ ആഡ് ചെയ്താൽ +1 അല്ലേ കിട്ടുന്നത്? അപ്പോൾ ഈ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ നമ്പേഴ്സ് എന്ന് പറയുന്നത് +13ഉം -12ഉം ആണെന്ന് കിട്ടി. ഇനി ഇതിനെ വേണം നമുക്ക് എവിടെ കൊടുക്കാനായിട്ട്? സെക്കൻഡ് ടേമിന് പകരം കൊടുക്കാനായിട്ട്. സോ ഇങ്ങനെ വരും. ഫസ്റ്റ് ടേം അതുപോലെ എഴുതി n സ്ക്വയർ, ദെൻ 13നെ എടുത്തു. 13 പോസിറ്റീവ് ആണേ, അപ്പോൾ +13, വേരിയബിൾ n ആയതുകൊണ്ട് 13n. അടുത്ത നമ്പർ എടുത്തു. അടുത്ത നമ്പർ നെഗറ്റീവ് നമ്പർ ആണ്, സോ -12. ഇവിടുത്തെ വേരിയബിൾ എന്താ? n. ഇനി ഏതാണ്? തേർഡ് ടേം അതുപോലെ കൊടുക്കുക, -156 = 0. ഇനി എന്ത് ചെയ്യുക? ഗ്രൂപ്പിംഗ് ആണ്. അപ്പോൾ ആദ്യത്തെ 2 തമ്മിൽ ഗ്രൂപ്പ് ചെയ്യുക, ലാസ്റ്റത്തെ 2 തമ്മിൽ ഗ്രൂപ്പ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് 2 ടേംസിൽ n മാത്രമാണ് കോമൺ ഫാക്ടർ. അത് ഔട്ട്സൈഡ് എടുക്കുമ്പോൾ n+13 എന്ന് കിട്ടും. ഇനി തേർഡ് ടേം നിങ്ങൾ നോക്കുമ്പോൾ നെഗറ്റീവ് ഉണ്ട് അല്ലേ? നെഗറ്റീവിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നെഗറ്റീവ് സൈനും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? കോമൺ ഫാക്ടറായിട്ട് ഔട്ട്സൈഡ് എടുക്കുക. ഈ 2 ടേമിൽ നിന്ന് നെഗറ്റീവിനെ പുറത്തെടുത്തു. ദെൻ 12ഉം 156ഉം ആണ് കിടക്കുന്നത്. അപ്പോൾ രണ്ടിലും കോമൺ ഫാക്ടർ 12 ഉണ്ട്. അപ്പോൾ -12 ആണ് ലാസ്റ്റത്തെ 2 ടേംസിലെ കോമൺ ഫാക്ടർ. അപ്പോൾ അതിനെ ഔട്ട്സൈഡ് എടുക്കുമ്പോൾ എന്ത് വരും നോക്കിക്കേ? മൈനസ് പോയി അല്ലേ? മൈനസ് പോയി, അതുപോലെ 12ഉം പോയി. ബാലൻസ് ആരാണ്? n ഉണ്ട്. ദെൻ അടുത്തതിൽ മൈനസ് പോയി അല്ലേ? മൈനസ് പോയി എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ ആരാ ഉള്ളത്? പ്ലസ് ആണുള്ളത് അല്ലേ? ഇനി എന്താണ്? 156 നിന്നാണ് 12 പോയത്. 156 ഡിവൈഡഡ് ബൈ 12 ചെയ്താൽ നിങ്ങൾക്ക് എത്രയായിരിക്കും കിട്ടുക? 13 ആണ് കിട്ടുന്നത്, =0. ഇപ്പൊ 2 ടേമുള്ള ഒരു ഇക്വേഷൻ ആയിട്ട് മാറി. ഈ 2 ടേമിലും കോമൺ ഫാക്ടർ ആരാണ് എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് തന്നെ എടുക്കാം അല്ലേ? ദാറ്റ് ഈസ് ആ ബ്രാക്കറ്റിലുള്ള n+13 ആണ്. അപ്പൊ n+13 ഔട്ട്സൈഡ് എടുക്കുമ്പോൾ ഫസ്റ്റ് ടേമിൽ നിന്ന് n+13 പോയി, ബാക്കി ആരാ ഉള്ളത്? n. ദെൻ മൈനസ് ആണ് ഓപ്പറേഷൻ, മൈനസ് ഇട്ടു. സെക്കൻഡ് ടേമിൽ നിന്ന് n+13 പോയി, ബാക്കി ആരാ ഉള്ളത്? 12 =0. സോ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം? പ്രോഡക്റ്റ് 2 ഫാക്ടേഴ്സിന്റെ പ്രോഡക്റ്റ് 0 ആണെങ്കിൽ ഓരോ ഫാക്ടറിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. സോ n+13 = 0. അങ്ങനെയാണെങ്കിൽ n = എന്ത് വരും? -13. ഓർ n-12 = 0 എന്ന് വരുമ്പോൾ n-ന്റെ വാല്യൂ എന്ത് വരും? +12. സോ n-ന്റെ വാല്യൂസ് ഏതൊക്കെയാണ് വരുന്നത്? 12ഉം വരുന്നുണ്ട്, -13ഉം വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ മന്ത് ആണ് അല്ലേ? n എന്ന് പറയുന്നത് എന്താണ്? മന്ത് ആണ് അല്ലേ? അപ്പോൾ ഏതെടുക്കും? 12 നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. നെഗറ്റീവ് വാല്യൂസ് നമുക്ക് മന്ത് ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. സോ n-ന്റെ
വാല്യൂ എന്താണ് നമുക്ക് ഇവിടെ പറയാം, n ഈക്വൽ ടു 12. നമ്പർ ഓഫ് മന്ത് എന്ന് പറയുന്നത് 12 ആണ് എന്ന് പറയാം. അപ്പോൾ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ലാസ്റ്റ് ആൻസർ ഏതാണ്? സി പാർട്ടാണ്. 12 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത്രയും ഉള്ളൂ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് തന്നെ ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ അല്ലേ? താങ്ക് യു.